ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരട്ടെ. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുവേ. ഒരു 10, 30 കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എടുക്കണം. കൂട്ടത്തിൽ ശകലം പിഴുപുളിയും കൂടെ എടുക്കണേ. ഞാനത് എടുക്കുന്നത് കാണിക്കാൻ മറന്നുപോയി. ഇത്രയും സാധനം എടുത്തിട്ട് ഒന്നുകിൽ അരകല്ലിലോ അല്ലെ ഇടുകല്ലിലോ വെച്ചൊന്ന് ചതച്ചെടുത്തോണ്ട് വരണേ. മിക്സിയിൽ ഇടണ്ട. മിക്സിയിൽ ഇട്ടാൽ അത് അരഞ്ഞു പോവേ. അപ്പൊ ചട്ടി ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിക്കുക. എന്നിട്ട് കണ്ടോ അതിനകത്ത് പുളിയുണ്ട്. ഇത്രയും സാധനങ്ങളും കൂടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത് ആദ്യം നന്നായിട്ട് തീയിൽ കിടന്നോട്ടെ. പക്ഷെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്തു നോക്കുന്നതേ. വൈകിട്ട് അമ്പാടിക്കുട്ടനും അവൻ്റെ കൂട്ടുകാരും എല്ലാം സ്കൂൾ വിട്ട് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും ഞാൻ. ഇന്ന് കറിയൊക്കെ കുറവായതുകൊണ്ട് വൈകിട്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. കൂട്ടത്തിൽ ക്രഷ് ചെയ്ത ഒരു അര സ്പൂൺ മുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് ഈ കുറച്ച് ചോറും കൂടെ അതിനകത്തോട്ട് ഇട്ട്, ആ ചോറ് ഇടുമ്പോൾ നമ്മൾ സിമ്മിലിടണേ. എനിക്ക് ഈ കടായി പോലുള്ള സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടിക്കകത്ത് വെക്കുന്നത്. ഇതിനകത്ത് വെക്കുമ്പോഴും നല്ലതാ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കൂട്ടത്തിലേ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് ഒരു വട്ടമെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു മെസ്സേജ് ചെയ്യണേ. സത്യം അത്ര ടേസ്റ്റാ. നല്ല മണവും ഈ കുഞ്ഞുള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴേ ഒരു പ്രത്യേക മണമാണേ. പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ ഉള്ളപ്പോൾ ഈ കുഞ്ഞുള്ളിയൊക്കെ കരിപ്പൊട്ടിയൊക്കെ ഇട്ട് എന്തോ ഒരു ലേഹ്യം പോലെ ഉണ്ടാക്കുമായിരുന്നേ. അപ്പം കുഞ്ഞുള്ളി നല്ല സാധനമില്ലേ. അപ്പൊ അൽത്താഫിന് ഞാൻ പരീക്ഷിക്കാൻ കൊടുത്ത് അവൻ ആദ്യം കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. നന്നായിട്ടുണ്ടെന്ന് അവൻ പറയുന്നത് സത്യസന്ധമായിട്ട് തന്നെയാട്ടോ. അപ്പൊ കറി ഇല്ലെങ്കിലൊന്നും വിഷമിക്കേണ്ട. ഒരു വട്ടം ഒന്ന് ചെയ്തു നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.